ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഉണ്ടാലോ. ഇന്ന് കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കക്കയാണ് കേട്ടോ. അങ്ങനെ കക്ക ഇവിടെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് 2 സവാള, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം അരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇവിടെ കൂടുതലും കക്കയിറച്ചി ഇട്ടുമ്പോഴത്തേക്കും തോരൻ വെക്കാറാണ് കേട്ടോ പതിവ്. ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് തോരനാണ്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം, എന്നാലും ഇത് എൻ്റെ കറിയാണ് കേട്ടോ, എൻ്റെ സ്പെഷ്യലാണ്. കാരണം എപ്പോഴും അങ്ങനെ കുക്കിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ ഞാൻ. പിന്നെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് കിട്ടുമ്പോഴത്തേക്കും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചിലതൊക്കെ ഒന്ന് ചീറ്റി പോകാറുണ്ട്, ചിലതൊക്കെ നല്ലപോലെയും കിട്ടാറുണ്ട്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നീടാണെങ്കിൽ കുറച്ച് കറി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല വേണമെന്നവർക്ക് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതിലേക്ക് കക്ക വേവിച്ച് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നല്ല രീതിക്ക് കരിഞ്ഞു പോവാതെ നല്ലപോലെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ നല്ല രീതിക്കൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കക്ക ഫ്രൈ ഉണ്ടാക്കാൻ എളുപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് കക്ക ഇറച്ചി. കൊഞ്ച്, ഞണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വീട്ടിൽ കിട്ടുമ്പോഴത്തേക്ക് ഞാനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ കണവയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കക്ക തോരനാണ് കേട്ടോ. കക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൊരിച്ച രീതിയിലൊന്ന് എടുത്തിട്ടാണ് കേട്ടോ. മൊരിച്ച രീതിയിൽ എന്ന് വിചാരിച്ചാൽ ചെറുതായിട്ടൊന്ന് ഒരു ബ്ലാക്ക് കളറാവുന്ന വരെ ഞങ്ങളിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഇവിടെ ദോശയും കൂടി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശയും കക്കത്തോരനും കൂടി കഴിക്കാൻ പോവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.